ഹലോ നമസ്കാരം, ഏവർക്കും സിനായി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരേലിയ ചെടികളുടെ നടിയിലും പരിചരണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇലച്ചെടി വർഗത്തിൽപ്പെട്ട അരേലിയ ഏകദേശം 50ഓളം ഇനങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 10-15ഓളം വെറൈറ്റി അരേലിയ ചെടികൾ നഴ്സറികളിലൊക്കെ വാങ്ങുവാൻ വേണ്ടി ലഭിക്കും. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ വാങ്ങുന്നത് ഇതുപോലെ ഗ്രീൻ ലീഫുള്ള അരേലിയ ചെടികളാണ്. ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡൻ യെല്ലോ കളറുള്ള അരേലിയ വെറൈറ്റിയുമുണ്ട്. ഈ രണ്ട് അരേലിയ ഇനങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഇതിൻ്റെ ഇലകൾ നീളമുള്ളവയാണ്. പൂന്തോട്ടം ഒരുക്കുന്നവരിൽ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണ് അരേലിയ. ഇതിപ്പോഴും ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 2 ചെറിയ അരേലിയ തൈകളാണ്. ഇതിനെപ്പോഴും മറ്റൊരു ഇടത്തരം പോട്ടിലേക്ക് മാറ്റുവാനായിട്ട് പോവുകയാണ്. നടിയിൽ മിശ്രിതമായിട്ട് മണൽ കലർന്ന മണ്ണ്, ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, അതുപോലെ തന്നെ ചകിരിച്ചോറ് എന്നിവ കൂട്ടിയിളക്കാം. വെള്ളം കെട്ടിക്കിടക്കാതെ വാർന്നു പോകുന്ന തരത്തിലുള്ള ചെടിച്ചട്ടികൾ വേണം അരേലിയ നടാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട്. ഇതിപ്പോഴും നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു ചെടിച്ചട്ടിയിലേക്ക് തന്നെയാണ് ഈ ചെടിയെ നടുന്നത്. ഇതൊരു ഹാങ്ങിങ് പോട്ടായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 2 അരേലിയ ചെടികളെയും തൂക്കിയിടാനായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോഴും നമ്മുടെ ചെടി നട്ടിട്ട് ഏകദേശം 30 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇത്രയും വളർച്ച എത്തിയിട്ടുണ്ട്. അരേലിയ ചെടികൾക്ക് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ്. 2 മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് ഈ ചെടികളുടെ തലപ്പുകളെ നല്ല ഷേപ്പിൽ മുറിച്ചു വിടണം. ഇതൊരു ബോൾ ഷേപ്പിൽ വളരുന്ന ഒരു ചെടിയാണ്. എങ്കിൽ കൂടി നമ്മൾ കൃത്യമായ രീതിയിൽ ഇതിനെ മുറിച്ചു വിട്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൂണിങ് എന്നത് അരേലിയ ചെടികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അരേലിയ ചെടികൾക്ക് നല്ല വളർച്ച കിട്ടുവാനായിട്ട് സൂര്യപ്രകാശം അത്യാവശ്യമാണ്. തണൽ ഒരുപാടുള്ള സ്ഥലത്താണ് അരേലിയ ചെടികൾ നടുന്നതെങ്കിൽ അതിൻ്റെ വളർച്ച വളരെ കുറഞ്ഞിരിക്കും. എപ്പോഴും നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലുമുള്ള സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അരേലിയ ചെടികൾ നട്ടു വളർത്താവുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല ഭംഗിയോടുകൂടി ഈ അരേലിയ ചെടികൾ വളർന്നു വരികയുള്ളൂ. ഓർക്കേണ്ട മറ്റൊരു കാര്യം, അരേലിയ ചെടി നടുമ്പോൾ ഒരു ചെടി അല്ലെങ്കിൽ 2 ചെടിയായിട്ട് നടാതെ വളരെ കൂടുതൽ എണ്ണം നട്ടാൽ മാത്രമാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഭംഗി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ ഇരുവശവും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ അരേലിയ ചെടികൾ കൂടുതൽ പരമാവധി എണ്ണം നട്ടു വളർത്തിയാൽ ഒരേ ലെവലിൽ ഒരേ നിലയിൽ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. സൂര്യപ്രകാശം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ജലസേചനം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം കുറഞ്ഞു പോയാലും വെള്ളം കൂടിപ്പോയാലും ഈ അരേലിയ ചെടികൾ നശിച്ചു പോകും. ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുന്ന ചെടിച്ചട്ടികളിൽ അരേലിയ ചെടികളെ നടാതിരിക്കുക. കാരണം കുറേ ദിവസങ്ങളിൽ, ഇപ്പോൾ ഒരാഴ്ചയിലെ 2 ആഴ്ചയിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഈ ചെടികളുടെ വേരുകൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് ചെടികളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഈ ചെടി നശിച്ചു പോകും. അതുപോലെ തന്നെ മണ്ണ് ഡ്രൈ ആയിപ്പോയെങ്കിൽ, വെള്ളം കിട്ടാതെ മണ്ണ് ഉണങ്ങിപ്പോയെങ്കിലും ഇതേപോലെ തന്നെ ചെടികൾ വാടി ചെടികൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാറുണ്ട്. ഇതിന് ഇടവെള്ളമായിട്ട് ചാണകപ്പൊടി നൽകാവുന്നതാണ്, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് നൽകാം. അതുപോലെ തന്നെ രാസവളം NPK 18-18-18 അല്ലെങ്കിൽ 19-19-19 വെള്ളത്തിൽ കലക്കിയോ അല്ലെങ്കിൽ നേരിട്ട് പൗഡറായിട്ടോ ചെടികളുടെ ചുവട്ടിൽ കൊടുക്കാം. ചെടികളുടെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് മാത്രമേ രാസവളങ്ങൾ കൊടുക്കാവുള്ളൂ. അത് കൂടിപ്പോയെങ്കിൽ ചെടി നശിച്ചു പോകുന്നതാണ്. ഈ ചെടിയുടെ തൈകൾ ഉണ്ടാക്കുവാൻ വേണ്ടി വളരെ എളുപ്പമാണ്. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന നല്ലതുപോലെ മൂത്ത നാമ്പുകൾ ഉണ്ടെങ്കിൽ അത് വെറുതെ നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാൽ വേരുകൾ പൊട്ടിമുളച്ച് പുതിയ തൈകളായി കിട്ടും. അല്ലെങ്കിൽ ഇതിൻ്റെ മൂത്ത കമ്പുകൾ നമുക്ക് മുറിച്ച് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അരേലിയ. വലിയ രോഗബാധകളൊന്നും ഈ അരേലിയ ചെടികളിൽ സാധാരണ കാണാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണ് അരേലിയ. മിക്കവാറുമുള്ള എല്ലാ നഴ്സറികളിലും ഈ ഒരു ചെടി ലഭ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് പ്രൂണിങ്, നല്ല ബോൾ ഷേപ്പിൽ ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് പ്രൂണിങ് ചെയ്ത് നല്ല ബോൾ ഷേപ്പിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ചെടിച്ചട്ടികളിൽ നടുന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ടെറാക്കോട്ടയുടെ കളറുള്ള
മൺചട്ടികളിൽ ഈ അരേലിയ വളർന്നു നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ചെടിച്ചട്ടിയിലാണ്. പക്ഷേ ഇത് മൺചട്ടികളിൽ, ടെറാക്കോട്ട പെയിന്റ് അടിച്ച മൺചട്ടികളിൽ നിൽക്കുന്നത് കാണാനാണ് ഏറ്റവും ഭംഗിയുള്ളത്. അതിൻ്റെ ആ ഒരു കളർ മാച്ചാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് അരേലിയ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് സിനൈ ഫാമിൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ വരുന്നതാണ്. അത് കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്